സാർ, ഈ വയനാട് ദുരന്തമുഖത്ത് നിന്ന് വാർത്താ മാധ്യമങ്ങളെല്ലാം ഭയങ്കര സെൻസിറ്റീവായിട്ടൊക്കെ വാർത്ത ചെയ്യുന്നുണ്ട്. പക്ഷെ പലതും കൃത്യമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇന്ന് വയനാട് കളക്ട്രേറ്റിൽ നിന്ന് തന്നെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന പലതും നുണകളാണ് എന്നുള്ളത് അവർ തന്നെ അത് തിരുത്തി രംഗത്ത് വരുന്നുണ്ട്. എന്താണ് വയനാട്ടിൽ ഈ മാധ്യമങ്ങൾ ഇത്തരം നുണകൾ അഴിച്ചുവിടുന്നതും എന്ത് മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്? പറയുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങളല്ലേ മാധ്യമങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടത്? അതെ തന്നെ. യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ സ്റ്റോറികളാണ്. നിറം പിടിപ്പിച്ച, കണ്ണീരിൽ ചാലിച്ച വൈകാരികമായ കഥകൾ. തീർച്ചയായിട്ടും ന്യൂസിന് അങ്ങനെ ഒരു തലമുണ്ട്. പക്ഷേ അത് ന്യൂസിൻ്റെ ആത്മാവ് കളഞ്ഞുകൊണ്ടാവരുത്. സത്യസന്ധമായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് സൈഡ് സ്റ്റോറീസ്, സബ് സ്റ്റോറീസ് ഒക്കെ ചെയ്യാം. അത് നമുക്കറിയാലോ, മീഡിയ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. വൈകാരികമായ കഥകളുണ്ടാവും. പക്ഷേ ഇത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ. ഇന്നിപ്പോൾ കലക്ട്രേറ്റിൽ നിന്ന് വയനാട് കലക്ട്രേറ്റ് ഇത് അങ്ങേയറ്റം സങ്കടകരമാണ്, ദയവായിട്ട് മാധ്യമങ്ങൾ ഇത് ചെയ്യരുതേ എന്ന വോയിസ് ക്ലിപ്പ് ഇറക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായി വസ്തുതാപരമായ വിവരങ്ങൾ വലിയ ബോർഡ് വെച്ചിട്ട് വയനാട് കലക്ട്രേറ്റിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് വസ്തുതകൾ. ഈ വസ്തുതകൾക്ക് നിരക്കാത്ത വിവരങ്ങൾ പ്രക്ഷേപണം ചെയ്യരുത്. എന്താ കാരണം? നമ്മൾ ഇന്നിപ്പോൾ ഏതാണ്ട് ഉച്ചവരെ എനിക്ക് ഈ വിവരങ്ങൾ നമ്മൾ രാവിലെ തന്നെ അത് ഏതോ ഒരു മാധ്യമത്തിൽ കേട്ടപ്പോൾ സാർ അപ്പൊ തന്നെ കളക്ടറേറ്റ് വിളിച്ച് അത് ചോദിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതെ, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ക്യാമ്പുകളിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ ക്യാമ്പുകളിൽ ഏതാണ്ട് ഈ ഞങ്ങൾ പോയ ദിവസങ്ങൾ, ആദ്യ ദിവസങ്ങളിൽ ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഈ സംഭവങ്ങൾ നടന്ന, ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷമുള്ള ദിവസങ്ങളിൽ വയനാട് ജില്ലയിൽ തുടങ്ങിയ ക്യാമ്പുകളുടെ എണ്ണം ആദ്യഘട്ടത്തിൽ 93 ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. 93 ക്യാമ്പുകളിലായിട്ട് കൃത്യമായിട്ട് ആദ്യ ദിവസങ്ങളിലെ ഒരു കണക്ക്, 93 ക്യാമ്പുകളിലായിട്ട് 10,053 ഇൻമേറ്റ്സ് ഉണ്ടായിരുന്നു. 10,053 വീട് നഷ്ടപ്പെട്ടവർ, എങ്ങും പോകാനില്ലാത്തവർ, ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്നവർ, ഇങ്ങനെ എല്ലാവരും കൂടി 10,053 പേരുണ്ടായിരുന്നു അന്ന്. അത് കണ്ടു പോകുന്ന നമ്മൾ 93 ക്യാമ്പുകളിൽ കുറേ എണ്ണത്തിലെങ്കിലും ഓടിച്ചു പോയി നോക്കിയിട്ട് പോകുന്ന നമ്മൾക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ആകെ 16 ക്യാമ്പുകളേ ഉള്ളൂ, 680 700 അതിന് അത്രയും ഇൻമേറ്റ്സേ ഉള്ളൂ. അപ്പോൾ എനിക്കൊട്ടും ദഹിച്ചില്ല, അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഈ വയനാട് കളക്ട്രേറ്റിൽ നമ്മുടെ സുഹൃത്തുക്കൾ മുഖേന ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞത്, അപ്പോഴേക്കും വയനാട് കലക്ട്രേറ്റിലും ഈ ബോധ്യമുണ്ട്, മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നുണയാണ്, വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? വലിയ തോതിൽ ഇന്ത്യ മുഴുവനുമുള്ള അനുകമ്പയുള്ള മനുഷ്യർ, കാരുണ്യമുള്ള മനുഷ്യർ അവരുടെ അധ്വാനവും അവരുടെ സമ്പത്തും മുഴുവൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അല്ലാതെയും സമാന്തരമായിട്ടും ഒക്കെ വലിയ തോതിലുള്ള സമ്പത്തും ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ വലിയ തോതിൽ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇനി ഇതാ 600-700 പേരെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന കഥയാണ് സത്യത്തിൽ. അത് വല്ലാത്തൊരു സ്റ്റോറിയാണ്. എന്തും കാണിക്കുന്നു എന്നുള്ള ഒരു മനോഭാവം കൂടി അവിടെയുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയൊരു രക്ഷാപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചൊരു മഹാദുരന്തത്തിൻ്റെ വോള്യം കുറച്ച് കാണുകയാണ്. അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇതിനാണോ ഇപ്പോൾ ആകെ 100-800 പേരുണ്ടെങ്കിൽ എന്തിനാ ക്യാമ്പ്, ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യം, എന്തിനാ ഇത്ര പണം, എന്തിനാ ഇത്രയും പണം അക്കൗണ്ടിലേക്ക് അയക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരും. ആ ചോദ്യം നേരിട്ടപ്പോഴാണ്, അത് അസഹ്യമായപ്പോഴാണ് സർക്കാരിന് തന്നെ കലക്ട്രേറ്റിൻ്റെ ഔദ്യോഗികമായി തന്നെ വിശദീകരണം വേണ്ടി വന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും ഒടുവിലത്തെ ഇന്ന് 6/8/2024 ഇന്നാണല്ലോ, ഓഗസ്റ്റ് 6-ാം തീയതി വയനാട് കലക്ട്രേറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ബോർഡ് പ്രകാരം ഔദ്യോഗികമായ കണക്കുകൾ, ആ കണക്ക് പ്രകാരമുള്ള വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതനുസരിച്ച് വയനാട് കലക്ട്രേറ്റിലെ ഇന്ന് ലഭ്യമായ വിവരമനുസരിച്ച് മരണപ്പെട്ടവരുടെ സമ്പൂർണ്ണ മൃതദേഹം കണ്ടെടുക്കപ്പെട്ടത് 224 പേരാണ് ഇതുവരെയുള്ള കണക്ക്. 31-ാം തീയതി അപകടം ഉണ്ടായിട്ട് 6-ാം തീയതി വരെ കണ്ടെടുക്കപ്പെട്ട ഒരു മൃതദേഹം, ഡെഡ് ബോഡി പൂർണ്ണമായും കണ്ടെടുക്കപ്പെട്ടത് 224 പേരാണ്. എന്നാൽ ശരീരഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടവരെയും നമ്മൾ മരണപ്പെട്ടവരായിട്ടാണ് കണക്കാക്കുക. അത് 187 പേരാണ്. ഒരു ശരീരത്തിൻ്റെ ഒരാളുടെ ആവർത്തനമല്ലാത്ത ഒരാളുടെ ഒരു അവയവമെങ്കിലും, കാരണം ഈ അവയവങ്ങളൊക്കെ തന്നെ ഓരോരുത്തരുടേതാണ്, വേറെ വേറെ, കാരണം വേറെ വേറെ പ്രദേശങ്ങളിൽ നിന്നാണ് കണ്ടുകിട്ടിയത്, മണ്ണിനടിയിൽ നിന്ന് പലപ്പോഴായിട്ട് കണ്ടുകിട്ടിയതാണ്. അപ്പോൾ അത് 187 പേരാണ്. അങ്ങനെയാണെങ്കിൽ സമ്പൂർണ്ണമായി കണ്ടുകിട്ടിയ മൃതദേഹങ്ങൾ 24-ഉം ശരീരഭാഗങ്ങൾ മാത്രം കണ്ടെത്തിയത് 187-ഉം. അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച്, മാധ്യമങ്ങൾ ആരും കള്ളം പറയാതിരിക്കുക, സർക്കാരിൻ്റെ കയ്യിലുള്ള ശരിയായ കണക്കനുസരിച്ച് ഇതുവരെ മരിച്ചത് 411 പേരാണ്.
411 മരണങ്ങളാണ് ഇതുവരെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്ഥിരീകരിക്കപ്പെട്ട മരണങ്ങൾ 411 പിന്നെ ഈ 411 മരണപ്പെട്ടവരിൽ ഏറ്റവും സങ്കടകരമായൊരു കാര്യം, ഇതുവരെ ആരാണ് മരിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ, ആരുടേതാണ് ഈ മൃതദേഹം എന്ന് തിരിച്ചറിഞ്ഞത് 175 പേരുടേത് മാത്രമാണ്. മറ്റുള്ളവരുടേത് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ആ തിരിച്ചറിയാത്ത മഹാഭൂരിപക്ഷം പേരെയാണ് ഇന്നലെ മറവ് സർവ്വമത പ്രാർത്ഥനയോടെ. ആരാവാം, ഏത് അമ്മയുടെ ഗർഭത്തിൽ പിറന്നതായാലും, ഏത് സമുദായത്തിൽ പിറന്നവനായാലും, ഏത് മതവിശ്വാസമുള്ളവനായാലും അവനെ മനുഷ്യനായി പരിഗണിച്ചിട്ട് ഒരു പൊതു ശ്മശാനം പോലെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിനകത്ത് മറവ് ചെയ്തത് ഈ തിരിച്ചറിയപ്പെടാതെ പോയ ആളുകളാണ്. അറിഞ്ഞ് മരണപ്പെട്ടത്, തിരിച്ചറിഞ്ഞിട്ട് ബന്ധുക്കളുടെ സമ്മതത്തോടെ ഏറ്റുവാങ്ങിയിട്ട് അവരുടെ ബന്ധപ്പെട്ട സെമിത്തേരികളിലും ഖബർസ്ഥാനുകളിലും ഒക്കെ മറവ് ചെയ്തത്. ഹിന്ദു ആചാരപ്രകാരമൊക്കെ മറവ് ചെയ്യപ്പെട്ടവരാണ് ഈ 175. മറ്റുള്ളവർ അറിയാതെ പോയവരാണ്. ഈ ആശുപത്രിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്, അതായത് ഈ ക്യാമ്പുകളിലേക്ക് പോലും സ്വീകരിക്കണമെങ്കിൽ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ വരണം. അപ്പോൾ ചികിത്സ നേരിടുന്നവർ 91 പേരുണ്ട്, ചികിത്സയിൽ കഴിയുന്ന 91 പേരുണ്ട്. വേറൊരു കാര്യം ആവർത്തിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ അല്ലെങ്കിൽ മോശമായൊരു പ്രചരണം നടക്കുന്നത് ഈ ക്യാമ്പുകളുടെ എണ്ണത്തിലാണ്. ഈ 31-ന് ദുരന്തമുണ്ടായിട്ട് 1-ാം തീയതിയിലെ ക്യാമ്പുകളുടെ എണ്ണം 93 ആയിരുന്നു. ഞാൻ പറഞ്ഞു 10,053 പേരുണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് പല കാരണങ്ങളാൽ. ഒന്ന്, കുറച്ചു പേരുള്ള വിദൂര ദേശങ്ങളിലെ ഈ ഇൻമേറ്റ്സിനെയൊക്കെ ക്ലബ് ചെയ്തിട്ടുണ്ട് പലതും. ചിലതൊക്കെ ബന്ധുക്കൾ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് ഉത്തരവാദിത്തത്തോടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ നോക്കിക്കൊള്ളാം. അങ്ങനെ ക്യാമ്പുകളുടെ എണ്ണം മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് 10-40 എണ്ണം കുറയുകയും 51 ക്യാമ്പുകൾ ഇപ്പോഴും ഉണ്ട്. അതായത് ഇന്ന് 6-ാം തീയതി വയനാട് കലക്ട്രേറ്റിൽ ഈ രേഖപ്പെടുത്തിയ വിവരങ്ങൾ പ്രകാരം 51 ക്യാമ്പുകളുണ്ട്. ഇൻമേറ്റ്സ് എത്രയുണ്ട് എന്നറിയോ? 51 ക്യാമ്പുകളിലായി ഇപ്പോഴും സർക്കാരിൻ്റെ രേഖകൾ പ്രകാരം 6,395 പേരുണ്ട്. 6,395 ഇൻമേറ്റ്സ് ഔദ്യോഗിക രേഖകൾ പ്രകാരം ഉള്ളപ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് 700 ഉള്ളൂ, 680 ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചില അക്കങ്ങൾ പോലും ചിലപ്പോൾ ഇവർ വിട്ടുപോയതാവാം. ഇങ്ങനെ അത്തരത്തിലുള്ള അബദ്ധങ്ങളുണ്ട്. ഇനി ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടി ആ ബോർഡിലുണ്ട്, സർക്കാരിൻ്റെ വിവരത്തിലുണ്ട്. എന്താണെന്നറിയോ? ഈ കാഷ്വാലിറ്റീസ്, ഈ കലാമിറ്റീസിൽ നമ്മുടെ ഈ മഴക്കെടുതിയിലും മണ്ണിടിച്ചിലും അകപ്പെട്ട് മിസ്സിംഗ് ആയ ആളുകൾ, ഇപ്പോഴും ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടം പോലും കണ്ടുകിട്ടിയിട്ടില്ലാത്ത ആളുകൾ എത്രയുണ്ട് എന്ന കോളത്തിൽ എന്താണ് ഉത്തരം എന്നറിയോ? ബ്ലാങ്കാണ്. എന്താ അതിൻ്റെ അർത്ഥം? സർക്കാരിന് പോലും എത്ര പേര് മിസ്സിംഗ് ആണെന്നതിൻ്റെ കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ പോലുമില്ല. ഒരു പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ലാത്ത ഞെട്ടിക്കുന്നൊരു വിവരമാണത്. ബ്ലാങ്ക് ആണ് ആ ലിസ്റ്റ്. മിസ്സിംഗ് എന്ന കോളമുണ്ട് സർക്കാരിൻ്റെ രേഖയിൽ, മിസ്സിംഗ് എന്ന കോളമുണ്ട്, ബ്ലാങ്ക് ആണ് ആ ലിസ്റ്റ്. അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഇത്രയും വിവരങ്ങൾ വളരെ ഔദ്യോഗികമായി ഉത്തരവാദിത്തത്തോടെ പ്രേക്ഷകരോട് പറയുന്നു നമ്മൾ. കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സാർ, ഇപ്പോഴും നമ്മൾ ആയിരക്കണക്കിന് പേർ, നൂറുകണക്കിന് അവിടെ സേവനം ചെയ്യാൻ എത്ര പേരുണ്ട്? എത്ര പേര് രാവും പകലും സേവനം ചെയ്യുന്നു? നമ്മുടെ സൈനികരെത്ര, നമ്മുടെ NDRF എത്ര, നമ്മുടെ ഫയർഫോഴ്സ് എത്ര, നമ്മുടെ പോലീസ് എത്ര, ഈ വിവരങ്ങളുണ്ടല്ലോ. അത്തരം വിവരങ്ങൾ എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ ഏതോ ചില മാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരങ്ങളും കൂടി നമുക്ക് ഇന്ന് പങ്കുവെക്കാൻ പറ്റും. കാരണം അവിടുത്തെ രേഖകൾ ഇപ്പോൾ നമുക്ക് ദൃശ്യമാണ്. അതുകൊണ്ട് ആ രേഖകളും കൂടി ഞാൻ പറയാം. ഈ ആദ്യം എത്തിയ NDRF ടീം, അമിത്ഷാ മുൻകൈ എടുത്ത് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബറ്റാലിയനിൽ തന്നെ 126 പേര് വന്നിട്ടുണ്ട്. അവരിപ്പോഴും അവിടെ ഉണ്ട്, പോയിട്ടില്ല, NDRF. പിന്നെ വന്നത് ആർമിയാണ്. ഏറ്റവും കൂടുതൽ അവിടെ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആർമിയാണ്. അവർ വന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് അതിവേഗത്തിൽ കുറച്ചുപേരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു, മൃതദേഹങ്ങൾ അതിവേഗത്തിൽ കണ്ടെത്താൻ പറ്റിയത്. അവരാണ് ഏറ്റവും വലിയ സേന ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 750 പേരുണ്ട്. ഏറ്റവും വലിയ സേന നമ്മുടെ ആർമി ആണ്, 750 പേരുണ്ട്. ഫയർഫോഴ്സിലെ 600 പേര്. ഫയർഫോഴ്സിന് പഴയ ഫയർഫോഴ്സ് അല്ല, ഇപ്പൊ അവര് റെസ്ക്യൂ ടീം കൂടിയാണ്. എന്ത് ദുരന്തമുണ്ടായാലും ഫയർ മാത്രമല്ല. അതുകൊണ്ട് അതിന് പരിശീലനം നേടിയ 600 പേര് അവരുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 59 പേരെ, കാട്ടിൽ കൊടും കാട് കൂടി ഉള്ളതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 59 പേരുണ്ട്. പിന്നെ ഈ SOG എന്ന് പറയുന്നൊരു അതാണ് ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ വലിയ തീവ്രമായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്ന SOGക്കാർ 64 പേരുണ്ട്. അതാണ് 64. MEG എന്ന് പറയുന്നത് ഈ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ്. അവിടുന്ന് നമ്മുടെ
പഴയ അവിടുത്തെ വലിയ റെസ്ക്യൂ ഫോഴ്സാണത്. അത് തമിഴ്നാട് ഗവൺമെൻറ് സ്റ്റാലിൻ ഗവൺമെൻറ് പ്രത്യേക താല്പര്യത്തിൽ അയച്ചു കൊടുത്താണ്. അവരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 180 പേരുണ്ട് അവർ. മാത്രമല്ല തമിഴ്നാടിൻ്റെ പ്രത്യേക പോലീസ് സേനയിൽ നിന്ന് 136 പേര് വന്നിട്ടുണ്ട് സേവനത്തിന്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, നമ്മുടെ തീരദേശ സേനയുണ്ട്, അതിലെ 130 പേരുണ്ട്. പോരാത്തതിന് അതിവൈദഗ്ധ്യം നേടിയ നേവിയുണ്ട്. ആർമിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. ആർമി 750 പേരുണ്ട്, നേവി 130 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വിഭാഗത്തിലൊക്കെ പെട്ട ഈ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ഔദ്യോഗിക വിഭാഗം ഇന്ത്യയുടെ രക്ഷയ്ക്ക് വേണ്ടി രാവും പകലില്ലാതെ പണിയെടുക്കുന്ന 2175 ഉദ്യോഗസ്ഥന്മാരെന്ന് വിളിക്കാവുന്നവർ കൃത്യമായിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. 2175. എൻ്റെ മനസ്സിൽ അവശേഷിച്ച ഒരു ചോദ്യം, ഇതിനേക്കാളൊക്കെ ഏറെ സന്നദ്ധ സേവകർ, വളണ്ടിയേഴ്സ്, എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ, എല്ലാ കക്ഷിയിലും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും, എല്ലാ ജാതിയിലും, എല്ലാ മതത്തിലും പെട്ട സേവകർ, അവരേത് യൂണിഫോം ഇടട്ടെ, പണി അവിടെ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ട രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. പാവങ്ങളായ മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള ദുരന്തമുഖത്തെ പ്രവർത്തനങ്ങളാണല്ലോ. അവരെ അങ്ങേയറ്റം നമ്മൾ മനസ്സുകൊണ്ട് വണങ്ങിക്കൊണ്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് വന്നു. ഇപ്പോൾ കലക്ട്രേറ്റിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് ആദ്യ ദിവസം അവരുടെ തന്നെ കണക്കനുസരിച്ച് ഈ വരുന്നവരുടെയും പോകുന്നവരുടെയും ഒക്കെ കണക്ക് ഈ വയനാട്ടിലേക്ക് കയറുമ്പോൾ ഒരു സൗകര്യം അതാണ്, എല്ലാ വഴിയും ചുരം കടന്നാണ്, അവിടെയൊക്കെ ചെക്ക് പോസ്റ്റുകളുണ്ട്. അതനുസരിച്ച് അവർ പറയുന്നത് ആദ്യത്തെ ദിവസം 10,000 പേര്, 10,000-നടുത്ത് അത്രയും ആളുകൾ വന്നിട്ടുണ്ട്. പലരും ഇപ്പോഴും തിരിച്ചു പോയിട്ടില്ല. അവരവിടെ ആവുന്നതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിലിപ്പോൾ നമ്മൾ പരിഹസിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആരെങ്കിലും ഒക്കെ മൊബൈൽ ഫോൺ ഒക്കെ ഫോട്ടോ എടുത്ത് തിരിച്ചു പോയി. പക്ഷെ മറ്റൊരു പോകാൻ വന്നതല്ല. അത് ഈ ദുരന്തം അവസാനത്തെ മൃതശരീരവും എടുക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച്, അല്ലെങ്കിൽ അവസാനത്തെ മനുഷ്യനെയും കണ്ടെത്തുക, മണ്ണിനടിയിൽ പൊലിഞ്ഞ മനുഷ്യനെ കണ്ടെത്തുക എന്നുള്ള. തീർച്ചയായിട്ടും ആ മനുഷ്യൻ എൻ്റെ സഹോദരനാണ്, ഓർമ്മയോടുകൂടി പണിയെടുത്തത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു പോകേണ്ടത് മലയാളികളായതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ജനിച്ചതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഏത് ഭാഗത്തു നിന്നൊക്കെ ആളുകൾ ഓടിയെത്തുന്നു നമ്മുടെ സഹായിക്കാൻ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എന്നുള്ളതാണ് വയനാട്ടിലും ഈ ദുരന്തമുഖങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 10,000 പേരോളം ഉള്ള സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു. സർക്കാർ തന്നെ നിയന്ത്രിക്കാനാവാത്ത തിരക്ക് വന്നപ്പോൾ പലരെയും തിരിച്ച് നിർബന്ധിച്ച് അയച്ചിട്ടും മഹാഭൂരിപക്ഷവും പോയിട്ടില്ല എന്നതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തു നിന്ന് വലിയ തോതിൽ ഭക്ഷണപ്പൊതികൾ വന്നു. പലരും വന്നിട്ട് അവിടെ തന്നെ ഭക്ഷണപ്പൊതികൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ഈ ഭക്ഷണപ്പൊതികളൊക്കെ സത്യത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക ക്യാമ്പുകളിൽ, ഔദ്യോഗിക അടുക്കളകളിൽ നിന്നൊക്കെ ആദ്യകാലങ്ങളിൽ ഈ 2000-ലേറെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതേസമയത്ത് ഇവർക്കൊക്കെ ഈ സന്നദ്ധ സേവകരാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. 2 അബദ്ധങ്ങൾ പറ്റിയതായിട്ട് ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്നത് അബദ്ധങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു വലിയ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളാണ്. ഒന്നാമത്തെ ദിവസം ഇവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ബുധനാഴ്ച ഗവൺമെൻറ് ഒരു ഒഫീഷ്യൽ റിലീസ് ഇറക്കി, കലക്ട്രേറ്റിൽ നിന്ന് ഇറക്കിയാണ്. ഇനി ഭക്ഷ്യവസ്തുക്കളൊന്നും വയനാട്ടിലേക്ക് അയക്കേണ്ടതില്ല. അപ്പോൾ ആളുകൾ അയക്കാതായി കുറച്ച് വ്യാഴാഴ്ച. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കുണ്ടായൊരു അപകടം എന്താ വെച്ചാൽ, അവിടെ ഭക്ഷ്യസാധനങ്ങൾക്ക് ക്ഷാമം വന്നു. സർക്കാരിൻ്റെ അടുക്കളയിൽ പോലും പാചകം ചെയ്യാൻ സാധനങ്ങൾ കിട്ടാതായി. അപ്പോൾ ഭക്ഷ്യസാധനങ്ങൾ വീണ്ടും സ്വീകരിക്കാൻ തുടങ്ങി. ഇന്നലെയൊക്കെ വീണ്ടും അറിയിപ്പ് വന്നിട്ടുണ്ട്, കടുകില്ല, തേങ്ങയില്ല, വെളിച്ചെണ്ണയില്ല. അങ്ങനെയാണെങ്കിൽ ഈ അറിയിപ്പ് വേണ്ടിയിരുന്നില്ല. ഈ അറിയിപ്പ് അന്ന് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ ക്ഷാമം വരുമായിരുന്നില്ല എന്ന് ഗവൺമെന്റിന് തിരിച്ചറിഞ്ഞിട്ട് സമ്മതിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സത്യസന്ധമായ സാധ്യതയുണ്ട്. ഇനി അത് പിൻവലിച്ചതിന് ഫലമായല്ലോ, ഭക്ഷ്യസാധനങ്ങൾ വേണമെന്ന് വീണ്ടും അറിയിപ്പ്. വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുള്ളത്, പുറത്തു നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ റിസ്കിയാണ്. അത് കൊണ്ടുവന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഗവൺമെന്റ് പറയണമല്ലോ. ഈ ക്യാമ്പുകളിലും അവിടെ വളണ്ടിയർമാരായി ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ രക്ഷാപ്രവർത്തകർക്ക്, സന്നദ്ധ പ്രവർത്തകർക്ക് എത്ര പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എന്നതുപോലും ഇവരുടെ കയ്യിൽ ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭക്ഷണം തികയാതെ വന്നു. അപ്പോൾ ആ പണിയും നിർത്തി. ഇപ്പോൾ ആ പ്രസ്താവനയും പിൻവലിച്ചു. ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ ഒടുവിൽ വന്ന ഒരു വിവരം, നമ്മുടെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്ന് 10,000 ചപ്പാത്തി. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര മനുഷ്യർ അധ്വാനിച്ചിട്ടായിരിക്കും. അത് ചപ്പാത്തി കമ്പനിയാവാം, യന്ത്രം കൊണ്ടാവാം. എന്നാലും കോതമംഗലത്ത് നിന്നുള്ള 10,000 ചപ്പാത്തി ഇതാ മാഷെ, 10,000 ചപ്പാത്തി കോതമംഗലത്ത് നിന്ന് മാഷെ ഇതാ എത്തിയിരിക്കുന്നു, ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അവർ പറയുമ്പോൾ ഭക്ഷണം വേണ്ട
എന്ന്. കാരണം ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റും തന്നെ. കാരണം ഇതുപോലെ ദുരന്തമുഖത്തേക്ക് ഏതെങ്കിലും ഒരു സന്നദ്ധയോ ഏതൊരു വ്യക്തിയോ ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്ത് അയക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാളും സുരക്ഷിതമായിട്ടാണ് കൊടുക്കുക. തീർച്ചയായിട്ടും. ഒരു പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ സാമൂഹ്യ അടുക്കളയിൽ നിർമ്മിക്കുന്നതിനേക്കാളും ഉത്തരവാദിത്വത്തോടെ ആയിരിക്കുന്നത്. അതിപ്പോൾ സർക്കാരിന് ബോധ്യപ്പെട്ടു. ഭക്ഷണ സാധനങ്ങൾ സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് വന്നു. കോതമംഗലത്തെ ചപ്പാത്തി എൻ്റെ ഒടുവിലത്തെ തെളിവാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ 2 വിലക്കുകളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഭക്ഷ്യ സാധനങ്ങൾ വയനാട്ടിലേക്ക് ഒഴുകട്ടെ, 2 പാചകം ചെയ്ത ഭക്ഷണ പൊതികൾ വയനാട്ടിലേക്ക് എത്തട്ടെ എന്ന സന്ദേശം കൂടി പ്രേക്ഷകരോട് പങ്കിട്ടുകൊണ്ട് ഇനി മുതൽ ഈ മാധ്യമങ്ങൾ പറയുന്ന നുണകൾ വിശ്വസിക്കാതിരിക്കുക. അത്രേ പറയാനുള്ളൂ. മീഡിയ മലയാളത്തിലൂടെ ഞങ്ങൾ പറയുകയാണ്, കൃത്യമായ കണക്കുകൾ മാഷിപ്പോൾ കൃത്യമായി കളക്ടറേറ്റിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഇപ്പോൾ മീഡിയ മലയാളത്തിലെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മാധ്യമങ്ങളാണ് എത്ര റേറ്റിംഗ് കൂടാനും ഇല്ലാ കഥകൾ, നുണക്കഥകൾ പ്രചരിപ്പിക്കരുത്. പ്രത്യേകിച്ച് ഒരു ദുരന്ത മുഖത്ത് അതിന് വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ വീണ്ടും നമുക്കിത് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ച ഇവിടെ ഏതായാലും തീർച്ചയായിട്ടും ലഭ്യമായ വിവരങ്ങൾ ഒട്ടും വൈകാതെ നമ്മൾ പ്രേക്ഷകർക്ക് കൈമാറും. അത്രയാണ് ഒരു മാധ്യമം എന്ന നിലയിൽ നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം. നന്ദി.